ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC തുർക്കിയ വിഴിഞ്ഞത്തേക്ക്. MSCയുടെ കൂറ്റൻ കപ്പൽ ഉടൻ ബർത്ത് ചെയ്യും. കപ്പലിനെ കൊണ്ടുവരാൻ തുറമുഖത്ത് നിന്ന് ഡഗ്ഗുകൾ പുറപ്പെട്ടു. മാനസ ചേരുന്നു. മാനസ, എപ്പോഴാണിത് ബർത്ത് ചെയ്യുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉടനെ തന്നെ ഈ MSC തുർക്കി കപ്പൽ വിഴിഞ്ഞം ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC തുർക്കി വിഴിഞ്ഞം തുറമുഖത്ത് എത്തുകയാണ്. മാനസ ചേരുന്നു. മാനസ, എപ്പോഴാണ് ഈ പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തേക്ക് അടുക്കുന്നത്, ബർത്ത് ചെയ്യുന്നത്? അല്പസമയത്തിനകം തന്നെ MSC തുർക്കി വിഴിഞ്ഞത്തേക്ക് അടുക്കാൻ പോവുകയാണ്. ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാൻ പോകുന്നത്. MSCയുടെ തുർക്കി എന്ന കപ്പലാണ് തീരമണിയാൻ പോകുന്നത്. വാട്ടർ സല്യൂട്ട് നൽകി ടങ്കുകൾ അതിനെ സ്വീകരിക്കാനായി തയ്യാറെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത്, ഈ പടുകൂറ്റൻ കപ്പൽ ഇത് 6 കപ്പലുകളിൽ ഒരു കപ്പലാണ് ഇപ്പോൾ തുറമുഖത്തേക്ക് എത്തുന്നത്. മറ്റ് രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നേട്ടം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് കൈവരിക്കാൻ പോകുന്നത്. 1995 മുതൽ ലോകത്തെ എല്ലാ പ്രധാന കപ്പൽ റൂട്ടിലും ചരക്കെത്തിക്കുന്ന കപ്പലാണിത്. സിംഗപ്പൂരിൽ നിന്നാണ് ഇപ്പോൾ MSC തുർക്കി വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. തിരിച്ച് പോർച്ചുഗലിലേക്കാണ് പോകുന്നത്. നാളെയോടെ പോർച്ചുഗലിലേക്ക് പോകും എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ വിഴിഞ്ഞത്തെത്തുന്ന 257ാമത്തെ കപ്പലാണ് MSC തുർക്കി. ചരക്ക് നീക്കം തുടങ്ങിയിട്ട് 8 മാസത്തിനുള്ളിൽ റെക്കോർഡ് നേട്ടങ്ങൾ ഓരോന്നായി നേടുകയാണ് വിഴിഞ്ഞം എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ പ്രതിവർഷം 2 ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യുന്ന ഈ കപ്പൽ വിഴിഞ്ഞത്തെടുക്കുന്നതും ഒരു ചരിത്ര നേട്ടം കൂടിയാണ്, ചരിത്ര നിമിഷം കൂടിയാണ്. അല്പസമയത്തിനകം തന്നെ ബസ്സിലേക്ക് തുർക്കി എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനസ, ദുബായ്, കൊളംബോ പോർട്ടുകളിൽ പോലും എത്താത്ത കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതായത് വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മാത്രമല്ല ലോകത്തിനാകെ വ്യക്തമാകുന്ന തരത്തിലാണ് ഈ MSC തുർക്കിയ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ തന്നെ ചരക്ക് നീക്കത്തിൽ 1ാം സ്ഥാനത്താണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം എത്തി നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊന്നും തന്നെ കൈവരിക്കാത്ത ഒരു നേട്ടം തന്നെയാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വിഴിഞ്ഞം കൈവരിക്കുന്നത് എന്നതും പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്, വലിയൊരു പ്രത്യേകത തന്നെയാണ്. ആ ഒരു ഘട്ടം അല്ലെങ്കിൽ ചരിത്ര നിമിഷത്തിലേക്ക് തന്നെയാണ് വിഴിഞ്ഞം ഓരോ കപ്പൽ വരുമ്പോഴും വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്രപ്രധാനമായ ഒരു നേട്ടം തന്നെയാണ് കൈവരിക്കുന്നത് എന്നും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നും പ്രതിസന്ധിയൊക്കെയും തന്നെ അഴിച്ചുവിടുമ്പോഴും വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ഒരൊറ്റ തീരുമാനവുമായാണ് മുന്നോട്ട് പോയത്. വിഴിഞ്ഞം എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുക, അതോടൊപ്പം തന്നെ ഈ ചരക്ക് ഗതാഗതം തുടങ്ങിയ ഈ ഒരു നീക്കം ഒക്കെയും തന്നെ സുഗമമാക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു രീതി തന്നെയാണ് തുടരുന്നത്. ഇതിപ്പോൾ പടുകൂറ്റൻ കപ്പലുകളിൽ 6 കപ്പലുകളിൽ ഒരു കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് അടുക്കുന്നത്. ബർത്ത് ചെയ്യാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യാൻ ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ ടങ്ങുകൾ സ്വീകരിക്കാൻ പോയിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ കപ്പൽ ബർത്ത് ചെയ്യാൻ പോവുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രാധാന്യം, അതായത് മറ്റ് തുറമുഖങ്ങൾ കൃത്രിമമായി അവർക്ക് അവിടെ തുറമുഖങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഈ കപ്പൽച്ചാലുകൾ അതിന് ആഴം കൂട്ടുക എന്ന് പറയുന്നത് ഓരോ തുറമുഖത്തിനും വലിയ ചെലവേറിയ ഒരു പ്രക്രിയയാണ്, ഡ്രഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പോലും അനായാസം അടുപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രകൃതിദത്തമായ ഒരു സാഹചര്യം വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പലുകൾ അടുപ്പിക്കുന്നതിനും മറ്റും ഉള്ള സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയധികം കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. മാനസ,
തീർച്ചയായും അത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ അതായത് ലോകത്തെ പടുകൂറ്റൻ കപ്പലുകൾ അനായാസം ഈ തുറമുഖത്തേക്ക് എത്തിച്ചേരുന്നതിന്റെ പ്രധാന പ്രത്യേകതയും ഇത് തന്നെയാണ്. ബർത്ത് അതോടൊപ്പം തുറമുഖത്തിന്റെ ക്രമീകരണം പ്രവർത്തനങ്ങൾ ഈ ഒരു സൗകര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ എടുത്തു പറയുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ റെക്കോർഡ് ഇട്ട് തന്നെയാണ് ചരക്ക് നീക്കം കടന്നു പോകുന്നത്. ഇപ്പോൾ 5.5 ലക്ഷം ചരക്ക് നീക്കം കടന്നു എന്ന വിവരമാണ് പുറത്ത് പങ്കുവെക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തുറമുഖം ഉള്ളത്. 246 കപ്പലിൽ നിന്നായി 5,847 TEU ചരക്കാണ് വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചരക്ക് നീക്കം തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ റെക്കോർഡ് തന്നെയാണ് ഇത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും പടുകൂറ്റൻ കപ്പലുകൾ അനായാസം തന്നെ നമുക്ക് തുറമുഖത്തേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നത് വളരെ എടുത്തു പറയേണ്ട ഈ ഒരു തുറമുഖത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞം തുറമുഖത്ത് ഏതൊരു കൂറ്റൻ കപ്പലുകളും അനായാസം ഭർത്ത് ചെയ്യാനാവുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു തുറമുഖത്തിന്റെ പ്രധാന പ്രത്യേകതയായി നമ്മൾ കാണുന്നത്. നേരത്തെ ഷമി സൂചിപ്പിച്ചപ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോലും കഴിയാത്ത ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം കപ്പലുകൾക്ക് ഭർത്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നത്. അതോടൊപ്പം അത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ മന്ത്രി മുന്നിൽ വാസൻ ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഒരു നേട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് മുതൽ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും റെക്കോർഡ് ചരക്ക് നീക്കം സാധ്യമാവുക എന്ന് പറയുന്നത് വലിയ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു നേട്ടം തന്നെയാണ്. അത് തുടരുന്നു എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. മാനസ, ഈ MSC തുർക്കി എന്ന് പറയുന്ന ആ ഒരു കപ്പലിൻ്റെ നീളം ഏതാണ്ട് 1/2 കിലോമീറ്റർ വരും. ഏതാണ്ട് 400 മീറ്ററാണ് ആ കപ്പലിൻ്റെ നീളം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വലിപ്പവും എന്തുമാത്രം കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പലാണ് എന്നുള്ളതും. ഇതുപോലെയുള്ള കപ്പലുകൾ, ഈ മദർ ഷിപ്പുകൾ, ഇത്തരം ഷിപ്പുകൾക്ക് നമ്മളുടെ അന്താരാഷ്ട്ര കപ്പൽശാലിൽ നിന്ന് വളരെ അടുത്താണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ അവർക്ക് ഈ പറയുന്നത് പോലെ ഇവിടേക്ക് എത്തുന്നതിനും ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിന് അല്ലെങ്കിൽ ലോഡ് ഇറക്കുന്നതിനുമൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഘടകങ്ങളല്ല എന്നുള്ളതല്ലേ? മനസ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ അടുക്കുന്ന നിമിഷമാണ്. അല്പസമയത്തിനകം തന്നെ ഈ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യും എന്നുള്ള വിവരമാണ് മാനസ നൽകുന്നത്. ഏതാണ്ട് 400 മീറ്ററിലധികം നീളമുള്ള കപ്പലാണ് MSC തുർക്കിയ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്നാണ് ഈ കപ്പൽ. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയും ഏതാണ്ട് 50 മീറ്ററിനടുത്ത് ഉയരവുമുള്ള ഒരു കപ്പലാണ്. ഏതാണ്ട് 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന കപ്പലാണ് എന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രാധാന്യം. അതായത് പ്രകൃതിദത്തമായി കപ്പലുകൾ, ഏത് വലിയ കപ്പൽ വന്നാലും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ ഈ MSC തുർക്കിയ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് വ്യവസായം നടത്തുന്ന കമ്പനിയുടെ കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ തന്നെ ഈ കപ്പൽ മടങ്ങിപ്പോകും. സിംഗപ്പൂരിൽ നിന്നാണ് ഈ കപ്പൽ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള സൂചനയാണ്. വിഴിഞ്ഞത്തിൻ്റെ അനന്തമായ സാധ്യതകൾ ഇന്ത്യക്കും ലോകത്തിനുമാകെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. അതിൽ എടുത്തു പറയേണ്ടത് ദുബായ്, കൊളംബോ, ശ്രീലങ്കയിലെ കൊളംബോയിലും ദുബായിലും പോലും അടുക്കാത്ത കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. ദുബായിക്കും അതുപോലെ കൊളംബോയും ഈ 2 തുറമുഖങ്ങളാണ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും അധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന
പോർട്ടുകൾ. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ സാധ്യത വിഴിഞ്ഞത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിനോട് വളരെ അടുത്ത് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. ഒപ്പം തന്നെ അതിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള ആ കപ്പൽച്ചാല് എത്ര വലിയ കപ്പൽ വന്നാലും അവിടെ അടുപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഓരോ തുറമുഖങ്ങളെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും ചെലവേറിയ ഘടകം ഈ ഡ്രഡ്ജിങ് ആണ്. അതായത് ഈ കടലിൽ തുറമുഖത്ത് മണൽ അടിഞ്ഞ് കപ്പലുകൾക്ക് അടുക്കാൻ പല സമയത്തും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിരന്തരമായ ഡ്രഡ്ജിങ് വേണ്ടിവരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. പ്രകൃതിദത്തമായി തന്നെ നല്ല ആഴമുള്ള കപ്പൽച്ചാല് വിഴിഞ്ഞത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. MSC തുർക്കി അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യും. മാനസയാണ് വിശദാംശങ്ങൾ നൽകിയത്.